നമസ്കാരം, ഞാൻ അജു. ഈ സേവന ഓൺലൈൻ സൊല്യൂഷൻസിൻ്റെ ഏറ്റവും പുതിയ വാർത്തയിലേക്ക് സ്വാഗതം. 70 വയസ്സ് കഴിഞ്ഞവർക്കുള്ള 5 ലക്ഷം രൂപയുടെ ആയുഷ്മാൻ ഭാരത് ചികിത്സാ കാർഡ് രജിസ്ട്രേഷൻ കഴിഞ്ഞ ദിവസങ്ങളിൽ ആരംഭിച്ചു. ഈ സൗജന്യ ഇൻഷുറൻസ് പരിരക്ഷ സാമ്പത്തിക അവസ്ഥ പരിഗണിക്കാതെ എല്ലാവർക്കുമായാണ് ലഭ്യമാക്കിയിരിക്കുന്നത്. മറ്റ് ഏതെങ്കിലും ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതിയിൽ അംഗമാണെങ്കിലും 5 ലക്ഷം രൂപയുടെ അധിക പരിരക്ഷ ഈ പദ്ധതി പ്രകാരം ലഭ്യമാകും. ഇതിനായി www.beneficiary.nha.gov.in എന്ന വെബ്സൈറ്റ് ഉപയോഗിച്ച് പബ്ലിക്കിന് രജിസ്റ്റർ ചെയ്യാവുന്നതാണ്. വെബ്സൈറ്റിൽ വലതുഭാഗത്ത് ലോഗിൻ ഭാഗത്തായി ബെനിഫിഷ്യറി എന്നും ഓപ്പറേറ്റർ എന്നും കാണുവാനായി സാധിക്കും. ഉദ്യോഗസ്ഥർക്ക് ലോഗിൻ ചെയ്യാനാണ് ഓപ്പറേറ്റർ ഓപ്ഷൻ കൊടുത്തിരിക്കുന്നത്. പബ്ലിക്കിന് ബെനിഫിഷ്യറി ലോഗിൻ ഓപ്ഷൻ ഉപയോഗിച്ച് വെബ്സൈറ്റിലേക്ക് ലോഗിൻ ചെയ്യാവുന്നതാണ്. അപ്പോൾ അതിനായി ബെനിഫിഷ്യറി എന്ന ഓപ്ഷൻ തിരഞ്ഞെടുക്കുക. ക്യാപ്ച കോഡ് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. മൊബൈൽ നമ്പർ ടൈപ്പ് ചെയ്ത് കൊടുത്ത് വലതുഭാഗത്ത് കാണുന്ന വെരിഫൈ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. മൊബൈലിലേക്ക് വരുന്ന OTP ടൈപ്പ് ചെയ്ത് കൊടുത്ത് ക്യാപ്ച കോഡ് ടൈപ്പ് ചെയ്ത് കൊടുത്ത് ലോഗിൻ ചെയ്യുക. തുടർന്ന് വരുന്ന പേജിൽ സ്കീം, സ്റ്റേറ്റ്, സബ് സ്കീം, ഡിസ്ട്രിക്റ്റ്, സെർച്ച് ബൈ തുടങ്ങിയ ഓപ്ഷൻ കാണാനായിട്ട് സാധിക്കും. 70 വയസ്സ് കഴിഞ്ഞവർക്കുള്ള രജിസ്ട്രേഷൻ ചെയ്യുന്നതിനായി ആയുഷ്മാൻ ഭാരത് ഫോർ സീനിയർ സിറ്റിസൺ എന്ന ബാനർ കാണുവാനായി സാധിക്കും. ക്ലിക്ക് ഹിയർ ടു എൻറോൾ എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്യുക. തുടർന്ന് വരുന്ന പേജിൽ എൻറോൾ ചെയ്യേണ്ട വ്യക്തിയുടെ ആധാർ നമ്പർ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ഫാമിലി ID നിർബന്ധമല്ല. മുകൾ ഭാഗത്തായി ലിസ്റ്റ് ഓഫ് എംപാനൽഡ് ഹോസ്പിറ്റൽസ് എന്ന ഓപ്ഷൻ കാണാനായി സാധിക്കും. ആ ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഏതൊക്കെ ഹോസ്പിറ്റലുകളിൽ നമുക്ക് ചികിത്സാ പരിരക്ഷ അല്ലെങ്കിൽ ആനുകൂല്യം ലഭ്യമാകുമെന്ന ഹോസ്പിറ്റലുകളുടെ ലിസ്റ്റ് അവിടെ കൊടുത്തിട്ടുണ്ടാകും. നമുക്കത് അറിയാനായി സാധിക്കും. ഇപ്പോൾ താഴെയായി എംപാനൽ ചെയ്യേണ്ട വ്യക്തിയുടെ ആധാർ നമ്പർ ഫാമിലി ID നിർബന്ധമല്ല. ക്യാപ്ച കോഡ് ടൈപ്പ് ചെയ്ത് കൊടുക്കുമ്പോൾ സെർച്ച് എന്ന ബട്ടൺ തെളിഞ്ഞു വരും. അത് ക്ലിക്ക് ചെയ്യുക. താഴെ ഭാഗത്തായി ഈ ഫാമിലി IDയിൽ എൻറോൾ ചെയ്തിട്ടുള്ള കുടുംബത്തിലെ മുഴുവൻ അംഗങ്ങളുടെയും ലിസ്റ്റ് വിവരങ്ങൾ കാണുവാനായി സാധിക്കും. വന്നിട്ടില്ല എങ്കിൽ നോ റെക്കോർഡ് ഫൗണ്ട്, ക്ലിക്ക് ഹിയർ ടു എൻറോൾ എന്ന ലിങ്ക് വരും. അതിൽ ക്ലിക്ക് ചെയ്യുക, മുന്നോട്ട് പോവുക. വന്നിട്ടുള്ള ഡീറ്റെയിൽസിൽ നിന്നും 70 വയസ്സ് കഴിഞ്ഞവരുടെ നേർക്ക് വലതുഭാഗത്തായി കഴ്സർ വെക്കുമ്പോൾ ക്ലിക്ക് ടു എൻറോൾ എന്ന് കാണാനുമായി സാധിക്കും. അവിടെ ക്ലിക്ക് ചെയ്ത് മുന്നോട്ട് പോവുക. അപ്പോൾ ആധാർ OTP, ഫിംഗർ പ്രിന്റ്, ഐറിസ് സ്കാൻ, ഒതൻറ്റിക്കേഷൻ എന്ന വിവിധ ഓപ്ഷനുകൾ കാണാനായി സാധിക്കും. അതിൽ അനുയോജ്യമായ തിരഞ്ഞെടുത്ത് നമുക്ക് മുന്നോട്ട് പോകാവുന്നതാണ്. ഇവിടെ ആധാർ OTP ഓപ്ഷൻ എനേബിൾഡ് ആയി കിടക്കുന്നത് കാണുവാനായി നമുക്ക് സാധിക്കും. വലതുവശത്തായി എൻറോൾ ചെയ്യേണ്ട മെമ്പറുടെ ഫാദർ അല്ലെങ്കിൽ ഗാർഡിയൻ നെയിം, അച്ഛൻ്റെയോ രക്ഷകർത്താവിൻ്റെയോ പേര് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. പ്രൈമറി മെമ്പർ ആണ് എന്നുണ്ടെങ്കിൽ സെൽഫ് എന്ന ഓപ്ഷൻ തിരഞ്ഞെടുത്ത് കൊടുക്കുക. അല്ലെങ്കിൽ അനുയോജ്യമായ റിലേഷൻഷിപ്പ് ഏതാണെന്ന് വെച്ചാൽ അത് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ആധാർ നമ്പർ ഓട്ടോമാറ്റിക്കലി വന്നിട്ടുണ്ടാകും. വെരിഫൈ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. തുടർന്ന് പേജിൽ യെസ് ഐ വിഷ് ടു ക്രിയേറ്റ് മൈ ABHA വിത്ത് PMJ-ID ഡിക്ലറേഷൻ ചെക്ക് ബോക്സ് ടിക്ക് ചെയ്ത് കൊടുക്കുക. മുന്നോട്ട് പോവുക.
തുടർന്ന് വരുന്ന പേജിൽ ഗുണഭോക്താവിൻ്റെ ആധാർ ലിങ്ക് ചെയ്തിരിക്കുന്ന മൊബൈൽ നമ്പറിലേക്ക് വന്നിരുന്ന OTP ആണ് മെമ്പേഴ്സ് ആധാർ OTP എന്ന ഭാഗത്ത് ടൈപ്പ് ചെയ്ത് കൊടുക്കേണ്ടത്. നമ്മൾ ലോഗിൻ ചെയ്ത സമയത്ത് കൊടുത്ത മൊബൈൽ നമ്പറിലേക്ക് വന്ന OTP ആണ് യൂസേഴ്സ് മൊബൈൽ നമ്പർ OTP ആയി കൊടുക്കേണ്ടത്. ഈ 2 OTPയും കൊടുത്തു കഴിയുമ്പോൾ ഒരു പോപ്പപ്പ് വിൻഡോ ദൃശ്യമാകും. KYC is successful. You are eligible for PMJAY 70 years or more scheme എന്നായിരിക്കും പോപ്പപ്പ് വിൻഡോയിൽ കൊടുത്തിട്ടുണ്ടാവുക. അവിടെ OK കൊടുക്കുമ്പോൾ ഗുണഭോക്താവിൻ്റെ നേരത്തെ തന്നെ സ്കീമിൽ കൊടുത്തിരിക്കുന്ന വിവരങ്ങളും ആധാർ വിവരങ്ങളും ദൃശ്യമാകും. വലതുഭാഗത്തായി ഗുണഭോക്താവിൻ്റെ ഫോട്ടോ ദൃശ്യമാകും. പുതിയ ഫോട്ടോ എടുക്കാനുള്ള ഓപ്ഷനും കൊടുത്തിട്ടുണ്ടാകും. സിസ്റ്റത്തിൽ വെബ്ക്യാം ഉപയോഗിച്ച് ഫോട്ടോ എടുക്കാവുന്നതാണ്. ഫോട്ടോയുടെ ഐക്കൺ ക്ലിക്ക് ചെയ്യുക. ക്യാപ്ചർ ഫോട്ടോ എന്ന ഭാഗത്തായി ഫോട്ടോയുടെ ഐക്കൺ ക്ലിക്ക് ചെയ്യുക. ക്യാമറ പെർമിഷൻ അലോ ചെയ്തിട്ടുണ്ടാകണം. ഇല്ലെങ്കിൽ അലോ കൊടുക്കുക. തുടർന്ന് വരുന്ന പോപ്പപ്പ് വിൻഡോയിൽ വ്യക്തമായി വരക്കത്ത രീതിയിൽ ഫോട്ടോ എടുക്കേണ്ട ആളെ ക്യാമറയ്ക്ക് അഭിമുഖമായി നിർത്തി വ്യക്തമായി ഫോട്ടോ എടുത്ത് ക്യാപ്ചർ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അഡീഷണൽ ഇൻഫർമേഷൻ്റെ ഭാഗത്തായി ഡു യു ഹാവ് മൊബൈൽ നമ്പർ എന്ന് ചോദിച്ചിട്ടുണ്ടാവും. യെസ് കൊടുക്കുക. ഉപഭോക്താവിൻ്റെ ആധാർ ലിങ്ക് ആയിട്ടുള്ള മൊബൈൽ നമ്പർ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. വെരിഫൈ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. മൊബൈലിലേക്ക് വന്നിരിക്കുന്ന OTP ടൈപ്പ് ചെയ്ത് കൊടുക്കുക. കാറ്റഗറി ജനറൽ കാറ്റഗറി, OBC, SC/ST ഏതാണ് അനുയോജ്യമായ കാറ്റഗറി തിരഞ്ഞെടുത്ത് കൊടുക്കുക. പിൻകോഡ് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ജില്ല തിരഞ്ഞെടുത്ത് കൊടുക്കുക. റൂറൽ ഓർ അർബൻ, ഗ്രാമപ്രദേശങ്ങളിലുള്ളവരാണ് എങ്കിൽ റൂറൽ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അല്ല എങ്കിൽ അർബൻ കൊടുക്കാവുന്നതാണ്. സബ് ഡിസ്ട്രിക്റ്റ്, സബ് ജില്ല തിരഞ്ഞെടുത്ത് കൊടുക്കുക. വില്ലേജ് തിരഞ്ഞെടുത്ത് കൊടുക്കുക. ഡിക്ലറേഷൻ ചെക്ക് ബോക്സ് ടിക്ക് ചെയ്ത് കൊടുക്കുക. സബ്മിറ്റ് ചെയ്യുക. KYC is completed. പ്ലീസ് ഡൗൺലോഡ് ആയുഷ്മാൻ കാർഡ് ആഫ്റ്റർ സം ടൈം എന്ന പോപ്പപ്പ് വിൻഡോയിൽ ദൃശ്യമാകും. കണ്ടിന്യൂ ടു ക്രിയേറ്റ് കാർഡ് ഫോർ അതർ ഫാമിലി മെമ്പേഴ്സ് എന്ന് കാണിച്ചിട്ടുണ്ടാകും. 70 വയസ്സ് കഴിഞ്ഞ മറ്റ് അംഗങ്ങൾ കുടുംബത്ത് ഉണ്ട് എങ്കിൽ അവരെ കൂടി ഇതുപോലെ തന്നെ എൻറോൾ ചെയ്യാവുന്നതാണ്. നിലവിൽ 70 വയസ്സിന് മുകളിൽ ഉള്ളവർക്ക് മാത്രമാണ് എൻറോൾ ചെയ്യാൻ സാധിക്കുന്നത്. മറ്റുള്ളവർക്ക് ഇൻഷുറൻസ് പരീക്ഷ ലഭിക്കുന്നതിനായി ഇപ്പോൾ എൻറോൾ ചെയ്യാൻ സാധിക്കില്ല. കാർഡിൽ ചേരുന്നതിനായി വിവരങ്ങൾ നൽകിയാലും പദ്ധതിയുടെ പ്രയോജനം ലഭിക്കുകയില്ല. ആധാർ നമ്പറും ക്യാപ്ച കോഡും ടൈപ്പ് ചെയ്ത് കൊടുത്ത് സെർച്ച് ചെയ്യുമ്പോൾ താഴെ നേരത്തെ വന്നതുപോലെ അംഗങ്ങളുടെ എല്ലാം വിവരങ്ങൾ ദൃശ്യമാകും. നമ്മൾ ഇപ്പോൾ എൻറോൾ ചെയ്ത ഗുണഭോക്താവിൻ്റെ പേരിൻ്റെ നേർക്ക് അപ്രൂവ്ഡ് എന്ന് കാണിക്കുകയും അവിടെ നിന്ന് കാർഡ് ഡൗൺലോഡ് ചെയ്യുവാനും സാധിക്കുന്നതാണ്. പക്ഷേ നിലവിൽ കാർഡ് ഉടൻ തന്നെ അപ്രൂവായി വരുന്നില്ല. 2 ദിവസം നോക്കിയിട്ടും അപ്രൂവ് ആവുന്നതായി കാണുന്നില്ല.
അപ്രൂവ് ആകുന്ന മുറയ്ക്ക് കാർഡ് ഡൗൺലോഡ് ചെയ്യാവുന്നതാണ്. ആദ്യഘട്ടത്തിൽ ഉടൻ തന്നെ കാർഡ് ഡൗൺലോഡ് ചെയ്യാൻ സാധിക്കുന്നതായിരുന്നു. എന്നാൽ ഇപ്പോൾ ബൈ ഇലക്ഷൻ പെരുമാറ്റച്ചട്ടം നിലവിൽ നിൽക്കുന്നത് കൊണ്ടാകാം അപ്രൂവൽ വൈകുന്നത്.